ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോർ. അപ്പോൾ നമ്മൾ ഇന്നലെ റോയിങ്ങിൽ നിന്ന് അനിനി എത്തി. രാത്രിയിൽ ഒരു 8-8:30 ആയി അനിനി എത്തിയപ്പോഴത്തേക്കും. അനിനിയിലെത്തി നമ്മൾ കോങ്കോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിൽ റൂം എടുത്തു. അപ്പോൾ നൈറ്റിൽ ഇവിടെ നിന്നായിരുന്നു ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങി. എന്നിപ്പോൾ എന്താ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് ഹോം സ്റ്റേയുടെ ചുറ്റുകൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഹോം സ്റ്റേയുടെ കോമ്പൗണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിറയെ ഒരു വലിയ ഗാർഡനുണ്ട്. ഗാർഡൻ മാത്രമല്ല, ദൂരെ ഇതാ മലയും ഒക്കെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ കോടയൊക്കെ നിറഞ്ഞ് നല്ല ഗ്രീൻ മലയൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഇങ്ങനെ രണ്ട് സൈഡിലും പൈൻ മരങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഗേറ്റിൽ നിന്നുള്ള എൻട്രൻസ് തൊട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതിൽ നടക്കാൻ നല്ല രസമുണ്ട്. അപ്പം രാവിലെ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ആയു രാവിലെ തന്നെ എണീറ്റോ? ആയു എടുക്കുക. ആയുന് ഇവിടെ ദേ ഒരു പൂച്ചക്കുഞ്ഞുണ്ട് ഇവിടെ. യെസ്, ഇന്നലെ വന്നപ്പോൾ തൊട്ട് അതിൻ്റെ കൂടെയാണ്. രാവിലെ എൻ്റെ കൂടെ 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നു. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് രാവിലെ എണീറ്റ് അവിടെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റാണ്, റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ആയും കൂടെ എണീറ്റ് വന്ന് എൻ്റെ കൂടെ നടക്കാനായിട്ട് ഇറങ്ങി. അയ്യോ കാണിച്ചണ്ടാ, കാണിച്ചാൽ മതിയാണോ? ഇതാണോ പൂച്ചക്കുഞ്ഞ്? സോ ക്യൂട്ടല്ലേ, സോ ക്യൂട്ടല്ലേ? അയ്യോ എൻ്റെ കോലമൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് നേരെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങൾ ലൈഫിൽ അരുണാചൽ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട്. പക്ഷേ ഒറ്റയടിക്ക് വന്ന് നിങ്ങൾക്ക് അരുണാചൽ ഫുള്ള് കറങ്ങിയിട്ട് പോകാനൊന്നും പറ്റത്തില്ല. പല സ്ട്രെച്ചായിട്ടൊക്കെ വരേണ്ടി വരും. പക്ഷേ അരുണാചലിൽ വന്നാൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് അനിനി. അത്രയും ഭംഗിയാണ് അനിനി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലത്തെ ചെറിയൊരു നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹോം സ്റ്റേ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ഒന്നുമല്ല, പക്ഷേ അനിനി ടൗണിൽ തന്നെ വരുന്ന നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണേ. ഇവിടുത്തെ വൺ ഓഫ് ദ ഹൈലൈറ്റ് ഇപ്പം കണ്ട കോസി ആയിട്ടുള്ള ആ ഒരു സിറ്റിംഗ് സ്പേസ് ആണ്. ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ അരുണാചലിൽ കൂടുതൽ കെട്ടിടങ്ങളും ഇങ്ങനെ തടി കൊണ്ടും മുള കൊണ്ടും ഒക്കെയാണ് കേട്ടോ നിർമ്മിക്കുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയാനായിട്ടുള്ള എക്സ്പെൻസ് കൂടുതൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതും അങ്ങനെ തടി മുളയൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇത് ഒരു ബെഡ്റൂം, അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. ക്യൂൻ സൈസ് ബെഡൊക്കെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ ഒരു ബങ്ക് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിനിമൽ സെറ്റപ്പൊക്കെ ഉള്ളൂ. 2 ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ 2 റൂം എടുത്തിട്ട് ബാത്റൂം ഷെയർ ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. പിന്നെ ഒരു വലിയ റൂമും കൂടെ ഉണ്ട് ഇവിടെ. അവിടെ വേറൊരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ റൂം കാണിക്കാനായിട്ട് നിവർത്തിയില്ല കേട്ടോ. അത് കിങ് സൈസ് ബെഡൊക്കെ വരുന്ന അത്യാവശ്യം വലിയ റൂമാണ്. അല്ല, റെഡ് പാൻഡ. ഇവിടെ ഡെക്കോസായിട്ട് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ? ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെഡ് പാണ്ടയുടെ തോലാണ് കേട്ടോ ഇതിൽ. അതിൻ്റെ മൂക്കും മീശയും കാലിലെ നഖങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അരുണാചലിലൊക്കെ വന്നാലേ കാണാനായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ലാസ്റ്റ് വ്ലോഗ് കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നിലത്തിട്ട് മാറ്റിന് പകരം ഇരിക്കാൻ തന്നത് കരടിയുടെയും അതുപോലെ മാനിൻ്റെയും ഒക്കെ തോലായിരുന്നു. ഇതും കരടിയുടെ തോല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റാണ്. നമ്മുടെ ഹോം സ്റ്റേയിലെ ഹോസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട വാള് ഇതു മിഷ്മി അല്ല, നിഷി എന്ന് പറഞ്ഞിട്ടുള്ള അരുണാചലിലെ ഒരു ട്രൈബിൻ്റെ വാളാണ്. ഇവരൊക്കെ ഇതു മിഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിലുള്ള ആൾക്കാരാണ് കേട്ടോ, ഈ അനിനിയിലുള്ള ആളുകളൊക്കെ. പിന്നെ ഇത് അമ്പും വില്ലും ഒക്കെയാണ്. അപ്പോൾ അതിൽ അമ്പിന് വിഷം വെച്ചിട്ടാണ് ഇവർ നായാട്ടിന് പോകുമ്പോൾ അമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷമാണ് ആ കെയിൻ കൊണ്ടുണ്ടാക്കി ആ ഒരു ഇതിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. നമ്മുടെ വണ്ടി വന്നു. ഇന്ന് നമുക്ക് വേറെ വണ്ടിയാണ്. നമ്മൾ റോയിങ്ങിൽ നിന്ന് ഇന്നലെ ഹെലികോപ്റ്റർ കിട്ടാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് വേറൊരു ടാക്സി വിളിച്ചിട്ട് വന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി വന്നു. ഇനി നമുക്ക് ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ചിഗുവിലാണ് സ്റ്റേ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. താങ്ക് യു സോ മച്ച്. മെയിനായിട്ട് 2 ഏരിയാസാണ് ഞാൻ ഇനി വന്നാൽ കാണാനായിട്ടുള്ളത്. ഒന്ന് ഡ്രീ വാലി സൈഡും ഒന്ന് മാത്തുൻ വാലി സൈഡും.
आज हम लोग ड्री वाली साइड में जा रहे हैं ना? ड्री वैली जाएंगे हम लोग, जो माथू वाटरफॉल है। माथू वाटरफॉल एंड ड्री वाली साइड में जाएंगे। पूरा वाटरफॉल्स है ना उस साइड में? पूरा वाटरफॉल। उसके बाद चीकू जाएंगे, फिर चीकू से आगे बॉर्डर तक जाएंगे हम लोग, ब्रूनी। ब्रूनी तक जाएंगे। ഓക്കെ. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. കുറച്ച് വാട്ടർഫോൾസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഇതും മിഷ്മിയുടെ ഒരു വില്ലേജ് കാണണം, ഒരു ബസ്തി കാണണം. അവിടുത്തെ പറ്റിയാൽ ഇവരുടെ ഒരു ലോക്കൽ വീടൊക്കെ ഒന്ന് കണ്ടാൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രൂണി എന്ന് പറഞ്ഞത് ഇന്ത്യ ചൈന ബോർഡറാണ്, അവിടെയും കൂടെ പോയി എക്സ്പ്ലോർ ചെയ്യണം. ചൈനീസ് ബാംബു कल्टीवेट करता है क्या और ऐसे आया क्या? और ऐसा नहीं है, बस ये प्लेस पे है ना? नहीं, ये लोग खुद भी ये करता है कि मैंने ये खुद का खुद हुआ है, नहीं अपना सर, हुआ है कि शायद किसी ने पहले लगाया होगा बहुत साल पहले ना, तो हम लोगों को भी ये तो पता नहीं ये यहाँ से हुआ है या बाहर से लेके लगाया है, तो वो तो मालूम इतना नहीं, एरिया किसी में ने ही लगाया है, होगा। सिर्फ हाँ, इतना एरिया में ही है। एरिया में। പോകുന്ന വഴിക്ക് ചൈനീസ് ബാമ്പു കണ്ട് നിർത്തിയതാണ്. കുറച്ച് ഏരിയയിൽ ഇതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. ഇവരിങ്ങനെ യൂട്ടൻസിൽസ് ഒക്കെ ബാമ്പു കൊണ്ടുണ്ടാക്കും, അതുപോലെ ഇവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ സാധാ ബാമ്പുവിനെക്കാട്ടിലും ഈ ചൈനീസ് ബാമ്പു കൊണ്ടാണ് ഉണ്ടാക്കാനായിട്ട് എളുപ്പം. ചൈനീസ് ബാമ്പു ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക്. പോകുന്ന വഴി ചുറ്റും കാണാനായിട്ടൊക്കെ ഭയങ്കര രസം. പക്ഷെ വഴിയെല്ലാം ഭയങ്കര ചീത്തയാണ്. ഇവിടെ ഒരു പോയിന്റിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലായിടത്തുനിന്നും ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. വാട്ടർഫോളിൻ്റെയും നദി ഒഴുകി പോകുന്ന സൗണ്ടും ഒക്കെ. പിന്നെ ചുറ്റും കാടും. ഇങ്ങനൊരു സ്ഥലമൊക്കെ കിട്ടിയാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം അല്ലേ? ചുറ്റും പച്ച വിരിച്ച മലനിരകളും നടുവിൽ നല്ല ഭംഗിയുള്ളൊരു വാലിയും. ഇവിടെ ഇതാ 2 മെയിൻ റിവറാണ് അനിനി ഏരിയയിലുള്ളത്. മാത്തൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയാണ് ഈ ഒഴുകി വരുന്നത്. പിന്നെ ഇത് ഡ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇവിടെ വെച്ച് സംഗമിച്ച് ഇങ്ങനെ അതാ ഒറ്റ നദിയായിട്ട് ഒഴുകാണ്. എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആണെന്നറിയോ ഇവിടെ. നമ്മൾ ആക്ച്വലി ഇപ്പം മാത്തൂൻ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫോളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. വാട്ടർഫോളിൽ പോയിട്ട് തിരിച്ചു വരേണ്ട ടൈം കഴിഞ്ഞു. പക്ഷെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിർത്താതെ എങ്ങനെ പോകാനായിട്ടാണ്. നമ്മൾ മാത്തൂർ വാട്ടർഫോൾ എത്തി. ഭയങ്കര ഭംഗിയുള്ള വാട്ടർഫോളെ. നല്ല മഴയിൽ പെയ്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ പല സൈഡിലായിട്ട് ഇവരിങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇറങ്ങാനായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. അടിയിൽ നിറച്ച് ഇതുപോലെ മണലാ. ये बस्ती का नाम क्या है? ഗിപ്പുലിൻ. ഓക്കെ, നമ്മൾ മാത്തൂം വാട്ടർഫോളിൽ പോയി. ഇനി നമ്മൾ ഇതാ ഇവിടെ ഒരു ബസ്തിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ബസ്തിയിൽ നമ്മൾ ഇതു മിഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബാണ് ഈ അനിനിയിലുള്ളത്. അപ്പം ബസ്തിയിൽ ഇതു മിഷ്മി ട്രൈബിൻ്റെ ഒരു ലോക്കൽ വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീട്ടിൽ കയറി എങ്ങനെയാണ് ഇതു മിഷ്മി ട്രൈബിൻ്റെ ഒരു ലോക്കൽ വീട്, അവരുടെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് ഇവരുടെ വീട്. കയറി വരുമ്പോൾ നല്ലൊരു ചൂരൽ കൊണ്ടുള്ള കസേരയുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരെണ്ണമുണ്ട്. പിന്നെ ഈ സാധനം കണ്ടോ, തടിയാണ്. യെസ് എല്ലാം ഒറിജിനലാ. കൊള്ളാല്ലേ? उनका है क्या? सब मिथुन है.
ओ इतना सारा कैसे मिला? हम कर लोकल पूजा में, शादी में। ओ शादी में, हाँ, पूजा में। ओके, ओ सबका प्रिजर्व करके रखा है ना। नानी हाँ, इसके क्या कलर है? वो जंगली सुअर। जंगली सुअर का ना। ये सब भी इसका है, ये सब? ये तो ये हरिण है। हाँ, हरिण। हिरन का? हाँ, हिरन का। ഓ ഇതെല്ലാം മാനാട്ടോ. हाँ, ये मिस्मी ताकिन। മിഷ്മി താക്കിൻകാ ലച്ചു, ഇത് മിഷ്മി താക്കിൻ. മിഷ്മി താക്കിൻ്റെ, മിഷ്മി താക്കിൻ ഇവിടെ ഉള്ള ഒരു ആനിമൽ ആണേ. മിഥുൻ ജൈസ ഹേ ക്യാ മിഷ്മി താക്കിൻ? हाँ, मिथुन जैसे है देखने के लिए मिष्मी ताकिन. मिथुन का तेईस से बड़ा है क्या मिष्मी ताकिन? ऐसे ही है। इतना बड़ा नहीं है ना, इतना ही है. कोई तो बड़ा होता है। ये भी जंगल में ही रहता है. ओ आप लोग पालता नहीं है क्या? नहीं. ओ, इसका मीट खाता है? मीट खाता है। ഓ കാണിച്ച് യാക്ക് പോലെ ഇരിക്കുന്ന ജീവിയല്ലേ, കാണാൻ കിട്ടത്തില്ല. മിഥുൻ്റെ എല്ലാം എന്നാ വലുതാ നോക്ക്. മിഥുൻ്റെ അത്ര ഇല്ലല്ലേ മിഷ്മി താക്കിന്. ഇത് മിഷ്മി താക്കി, ഇത് മിഥുൻ. भी हिरन का है, ये सब हिरन का है. वो जंगली सुअर। हाँ, जंगली सुअर। जंगली सुअर। സുവർ മീൻസ് ഓ ജംഗിൾ പോർക്കിൻ്റെ പല്ലൊക്കെ കണ്ടോ. ഏ ഭാലൂക്ക ഹെ ക്യാ? ഭാലൂക്ക ना, ബേറിൻ്റെ. ये ऐसे पहनता है। ആ ഐസെ പെന്താ. ഇത് കരടിയുടെ രോമം കൊണ്ടുണ്ടാക്കിയതാ. ए बैग है ना? बैग के पेटो। हाँ, पे क्या बोलता है? एंटो बोलता है। एंटो। എത്തോ. ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയുന്നത്. ഇതെല്ലാം ഇവരുടെ തൊപ്പിയാണ്, ഇത് ഇവരുടെ ലോക്കൽ ഡ്രസ്സാ. कोट है ना ये, मतलब बस कोट है ना, पहनता है ना. ओ ये तो कोटा अभी भी पहनता है? हाँ, अभी भी पहनता है, मतलब कुछ ओकेशन में, फेस्टिवल वगैरह में पहनता है. ससुराल में ये सब नहीं पहने। हाँ? जो बारिश आएगा ना तो पहनते हैं। ओ बारिश आने से रेनकोट जैसे पहनता है. ओके ओके. ഓ ഇത് ആനിമലിൻ്റെ കോട്ടായിട്ട് മഴ പെയ്യുമ്പോൾ അവർ റെയിൻകോട്ടിന് പകരം ഉപയോഗിക്കുന്ന സാധനം. നീ കണ്ടോ, ഇത് സ്ട്രോങ് ആട്ടോ ഇത്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഇവിടെ ഈ വീട്ടിലാണ് കയറിയ. ബസ്സിൽ വന്നിട്ട് വീട്ടിൽ കയറി എല്ലാം കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലോക്കൽ ഫുഡ് കിട്ടിയില്ല, നേരത്തെ പറയണമായിരുന്നു. അപ്പോൾ മാഗി ഉണ്ടാക്കി തന്നു ആനി. അപ്പോൾ മാഗിയൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടുന്ന് മെല്ലെ ഇറങ്ങുവാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ചിഗുവിലേക്കാണ് പോകുന്നത്. ചിഗു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റിസോർട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആയി. ഇപ്പോൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചിഗു ആ രീതിയിൽ ഭയങ്കര ഫേമസ് ആയി. ഒരു വണ്ടി വരുന്നുണ്ടേ, അതൊന്ന് പോയിക്കോട്ടെ. ഇവിടുത്തെ വീടുകളും എല്ലാ സാധനങ്ങളും ഇതുപോലെ തടി കൊണ്ടൊക്കെയാണ് കേട്ടോ പണിയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഭയങ്കര ഫേമസ് ആണ് ചിഗു. പിന്നെ ചിഗുന്ന് അങ്ങോട്ട് കുറേ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിനി പയ്യെ ചിഗു പോർഷനിലേക്ക് പോവാം. ഈ പോർഷനിലെല്ലാം അനേലും ഇപ്പം നമ്മൾ വന്ന ബസ്തിയിലും ഇവിടെ എല്ലാം എയർടെല്ലിനും BSNLനും റേഞ്ച് ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ചിഗുവിൽ പോയി കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനും നമുക്ക് റേഞ്ച് ഉണ്ടായിരിക്കത്തില്ല. സോ നമുക്കിവിടുന്ന് പോവാം. ഇനി നമുക്ക് ചിഗു എത്തിയിട്ട് കാണാം. ഇവിടെ അവിടെ വാട്ടർഫോൾ, പോകുന്ന വഴിക്ക് ഫുൾ വാട്ടർഫോളാണ്. ചിഗുവിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. വണ്ടി പോകത്തില്ല, വഴി ഭയങ്കര ചീത്തയാണ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരമുള്ളതെന്നാണ് പറഞ്ഞല്ലേ, ഒരു നടന്ന് ചെല്ലും പറയാം. പക്ഷേ നദിയുടെ അടുത്താണ്, ആ നദിയുടെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നദി ഇവിടെ അടുത്തായിരിക്കും. അപ്പം നമുക്ക് പോയി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ നടക്കട്ടെ. നടന്നു എവിടെ ബ്രിഡ്ജ്? ഇവിടെ ബ്രിഡ്ജ് ഇവിടെ. ആ ഇതാ ബ്രിഡ്ജ്. ഓ ഇത് മുളയൊന്നും അല്ല, ഇത് മെറ്റലാന്ന് തോന്നുന്നുണ്ട്. ആ ഇത് മെറ്റൽ ബ്രിഡ്ജാ.
സാരല്ല. നമ്മൾ എത്ര ദൂരം നടന്നു? ഒരു 250 മീറ്റർ 300 മീറ്റർ അത്രേ നടന്നോളൂ. ഗ്രിപ്പുണ്ടോ ലച്ചു ഷൂസിന്? ഞങ്ങൾ ബ്രിഡ്ജ് കണ്ടിട്ട്, ബ്രിഡ്ജ് അത്ര സേഫ് അല്ല, പക്ഷേ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് അല്ലേ? ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. ഞാനിനി വന്നിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറേ ടൈപ്പ് പ്രാണികളുണ്ട്. ഡം ഡം എന്നൊക്കെ പറയേണ്ട ഒരു പ്രാണിയുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുമാണ്. ദേ എൻ്റെ കൈ കണ്ടോ? ആ കൈയുടെ ഇവിടെ കണ്ടോ? ആസിഡ് ഫ്ലൈ ഒക്കെ കടിച്ച പോലെ ഇങ്ങനെ പൊള്ളിയതൊക്കെ പോലെ പൊങ്ങി വരുന്നുണ്ട്. ഭയങ്കര ചൊറിച്ചിലുമാണ് ആ സാധനം കടിച്ചിട്ട്. നിറയെ കുഞ്ഞു കുഞ്ഞു പ്രാണികളാണേ, പക്ഷെ നിറയുണ്ട്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു ഈച്ച വരത്തില്ലേ കണ്ണിലടിക്കാൻ, ആ ഈച്ച വരുന്ന പോലെ അത്രയും ചെറുതുവാ. ആ ഈച്ച വരുന്ന പോലെ നിറയെ വരുന്നുണ്ട്. ഞങ്ങളെ എല്ലാവരെയും നന്നായിട്ട് കടിച്ചിട്ടുണ്ട്. ചൊറിയുന്നുണ്ടല്ലേ? അപ്പം ഇനി ഇവിടുന്ന് നേരത്തെ ബസ്സിൽ നിന്ന് പോന്നപ്പോഴും ഇനി ചിഗു വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ നിന്നുള്ള വ്യൂ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇറങ്ങിയതാണ്. പക്ഷേ വ്യൂ നല്ലതായിരുന്നു, ബ്രിഡ്ജ് അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ അകത്തോട്ട് ഒത്തിരി അങ്ങനെ കയറിയില്ല, കുറച്ചേ കയറിയുള്ളൂ. അപ്പം ഇനി ശരിക്കും ചിഗു എത്തിയിട്ട് കാണാം. 17-18 ब्रूनी तक और चिगु तक 17-18 കിലോമീറ്റേഴ്സ്. പിന്നെ പുറകിൽ തന്നെ ഇതേ ഒരു വാട്ടർഫോൾ. നല്ല വ്യൂ ആയിരിക്കും അല്ലേ അവിടുന്ന്? നമ്മൾ ചിഗുവിലെത്തി. നമ്മൾ ഇതെടുക്കണോ അതോ ഇതുപോലത്തെ കോട്ടേജ് എടുക്കണോ എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. ഒന്ന് ഇവിടെ ചെറുതൊന്ന്, 2 എവിടെ ചെറുത് ഞാൻ കണ്ടില്ല. ചെറുത് അത് ഇതിനകത്ത് കിട്ടുന്നില്ല. അത് കാണാൻ പറ്റും. 3 ആ അതെ അവിടെ 1 4 ഇതേ 5 തന്നെ അല്ലേ? 5 വാട്ടർഫോൾസ് ഈ റിസോർട്ടിൻ്റെ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് റൂം കയറി കാണാം. നമ്മൾ അപ്പുറത്ത് ഡബിൾ ബെഡ് റൂം കണ്ടു. ഇനി നമുക്ക് ഈ കോട്ടേജ് കൂടെ കയറി കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. വന്നിട്ട് മഴയാണ്. വാ നമുക്ക് പോവാം, ബോർഡർ കാണാൻ പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തു, കുറേ സമയത്ത് ഡിസ്കഷന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്തു ഈ റൂം എടുക്കാമെന്ന്. കാരണം ഇത് സിംഗിൾ റൂം 2 എടുത്താലും 3000 വെച്ചിട്ട് നമുക്ക് 6000 ആവും. ഈ ഒരു ഒറ്റ കോട്ടേജിന് 6000. അപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മേളിലും താഴെയായിട്ടാണ് ഇവിടെ റൂം. നമ്മൾ ഇതെടുത്തു. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. 6000-ന് വേണ്ട ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ല, അതും 3000-ൻ്റെ ഫെസിലിറ്റി ഒന്നുമില്ല. പക്ഷേ ഈ സ്ഥലം ഭയങ്കര ഹിറ്റായിപ്പോയി, റീൽസൊക്കെ കണ്ട്. പിന്നെ ഇരിക്കുന്ന ലൊക്കേഷൻ ഭയങ്കര അടിപൊളി സ്ഥലത്താണ്. ചുറ്റും വാട്ടർഫോൾസ് ഇവിടെ നിന്നാൽ തന്നെ. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡ്രീ റിവർ ഇതിലെ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ട് ലോക്ക് കർക്കേ ജായകാനാ, ലോക്ക് കർ ദേഗാനാ. കീ കഹാൻ പേ? നമ്മളിപ്പോൾ ബ്രൂണി ബോർഡർ കാണാൻ പോവാം. അപ്പം റൂം ഇവർ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെല്ലാം റെഡിയാക്കുമായിരുന്നു. ഇനി നമുക്കിത് ലോക്ക് ചെയ്തിട്ട് ബ്രൂണിയിൽ പോവാം. മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ഈ മലയുടെ ഇടയിൽ കൂടെ ഒരു ഡ്രൈവ് അടിപൊളിയായിരിക്കും. അപ്പം മഴയത്ത് ഒരു ഡ്രൈവ് പോയിട്ട് ബ്രൂണിയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ITBPയുടെ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം. അപ്പം ഇനിയിപ്പം ബ്രൂണിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് കുറച്ച് മാഗി കഴിച്ചാൽ വേറൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാം. പക്ഷേ തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവരുടെ. അപ്പം നമുക്ക് വൈകിട്ട് അവിടെ നിന്ന് ഫുഡ് കിട്ടും. നമുക്ക് ബോർഡറിൽ പോയിട്ട് വരാം. ബ്രൂണി This is the border. ये है ना border, just एक चेक पोस्ट ही है. इसका बात मतलब इंडिया का रोड ही है ना? इंडिया का रोड ही है, ओह, लेकिन यहाँ से वो करना पड़ता है, क्या बोलते हैं ट्रक करके आपको ट्रेक करके जाना पड़ता है. जो बॉर्डर मेन चाइना बॉर्डर है उसके लिए व्हीकल अलाउड नहीं है ना? व्हीकल अलाउड नहीं.
അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ വടക്കേ കിഴക്ക് അറ്റം വരെ എത്തി കേട്ടോ. ഇതാണ് ബ്രൂണി, ഇന്ത്യ ചൈന ബോർഡറാണ്. നമുക്ക് അലൗഡ് ആയിട്ടുള്ള പെർമിഷൻ എടുക്കാൻ പറ്റാണ്ട് പോകാൻ പറ്റുന്ന ലാസ്റ്റ് പോയിൻ്റാണ് ഇത്. ഇനി അങ്ങോട്ട് ബോർഡർ കാണണമെങ്കിൽ നമ്മൾ ട്രക്ക് ചെയ്തൊക്കെ പോകണം. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനായിട്ടില്ല. പക്ഷേ ഭംഗിയുള്ളൊരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോൾസാണ് നോക്കാം. ഇത്രയും മേളിൽ നിന്നാണ് അത് വരുന്നത്. രാത്രി 10 മണി വരെ ഇവിടെ കറണ്ട് ഉള്ളു കുട്ടി. രാത്രി 10 മണി കഴിയുമ്പോഴത്തേക്കും കറണ്ട് ബന്ദ് ചെയ്യുമെന്ന്. പവർ ഷോർട്ടേജ്. 10 മണി വരെ പവർ നിർത്തുള്ളൂ, പിന്നെ വെട്ടമില്ല. അതിനു മുമ്പ് നമ്മൾ കിടന്നുറങ്ങണം. നമ്മൾ അനിനിയിലാണ്. വാ, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഫ്രഷ് ആവാം. ശരിയാ, ഫോണൊക്കെ കുത്തിയിടണില്ലെങ്കിൽ നാളത്തേക്ക് ചാർജ് കാണത്തില്ല. 10 മണി വരെ അപ്പൊ കറണ്ട് കാണുള്ളൂന്ന്. കറണ്ട് വന്നേ. 6:30 കറണ്ട് വന്നപ്പോൾ 6:30 തൊട്ട് 10:30 വരെ 10 മണി വരെ കറണ്ട് കിട്ടത്തുള്ളൂ. 10 മണി വരെ ഉറപ്പില്ല. Maybe it will be 9:30. ആ സമയം കൊണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ചാർജ് ചെയ്യണം. ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ ഫുഡ് ആകത്തുള്ളൂ പറഞ്ഞു. ഹീസ് പ്ലേയിങ്. ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല. മറ്റേ എന്താ സ്ക്രീൻ ഡീടോക്സിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്കും ഇല്ല, ഇന്റർനെറ്റ് കിട്ടത്തില്ല, ഒന്നിനും റേഞ്ചും ഇല്ല, ഒന്നുമില്ല. കറണ്ടും അതെ, പീസ്ഫുൾ ലൈഫ്. കറണ്ടും ബുദ്ധിമുട്ടുള്ളൂ. കറണ്ടും 6:30 തൊട്ട് 10 മണി വരെ പവറും കിട്ടത്തുള്ളൂ. പിന്നെ സുഖവും സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടക്കാം. അപ്പോൾ സ്ക്രീൻ ഡീടോക്സിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഫുള്ളി ഡിറ്റാച്ച്ഡ് ആയിട്ടല്ലേ. പുറം ലോകവുമായിട്ട് ഡിറ്റാച്ച്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഈ റിസോർട്ടിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പോരുന്ന വഴിക്കൊന്നും വീടൊന്നും ഇല്ല. നമ്മൾ വന്നത് കണ്ടില്ലേ, മറ്റേ എന്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ. ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്തൂടെ അങ്ങോട്ട് വന്നേ. അപ്പൊ ഫുൾ കാടാ. കാട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റിസോർട്ട് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലൊന്നും വീടൊന്നും ഇല്ല. പിന്നെ നമ്മൾ പോയ ആ ബ്രൂണിയിൽ ITBPയുടെ കോളനി പോലെ എന്തോ ഉണ്ട്, അവരുടെ ഓഫീസും കാര്യങ്ങളും ഉണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ മാത്രം സുഖജീവിതം, പീസ്ഫുൾ ലൈഫ്. അനിനിയിലും ഇല്ല, ചിഗുലും ഒന്നും ഒരു വീട്ടിലും ഫാൻ ഇല്ല. നമ്മൾ താമസിച്ച ഹോം സ്റ്റേയിലും ഫാൻ ഇല്ലായിരുന്നു. ഇവിടെ ഈ റിസോർട്ടിലും ഒന്നും ഫാൻ ഇല്ല. പക്ഷെ നമുക്ക് ആ ഒരു ഫാനിന്റെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് കിടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും എന്തെങ്കിലും സൗണ്ട് കേട്ടോണ്ടല്ലേ കിടക്കുന്നത്, ഈ ഫാനിന്റെയോ AC-യുടെയോ എന്തിൻ്റെങ്കിലും. അതിൻ്റെ ഇടയ്ക്ക് അവള് മറ്റേ ക്ലിപ്പ് വെച്ചിട്ട് വെച്ചോണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സൗണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രാത്രിയൊക്കെ ആകുമ്പം തണുപ്പാവും. വെളുപ്പിനൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്തിരുന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് പോയി നമ്മുടെ ആ ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡൊക്കെ ചില്ല് ചെയ്ത് കഴിക്കാം. ഈ സെറ്റപ്പിലാണ് നമ്മുടെ ഡിന്നർ. ഇപ്പം വേണ്ടായിരുന്നു, നമ്മുടെ രണ്ടുപേരുടെ കെട്ടിയവന്മാർ മതിയായിരുന്നു. ക്യാൻഡിൽ ലൈറ്റിന്റെ ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവിടെ കുട്ടികൾ ചീട്ട് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഏയ് ലച്ചു ബേബി. അപ്പൊ ശരി, ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുവാണ്. നമ്മുടെ ഡിന്നറൊക്കെ വന്നു. ഫ്രൈഡ് റൈസ് വന്നിട്ടില്ല, പക്ഷെ ബാക്കി നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നു. അപ്പം ഞങ്ങൾ ഇനി ഡിന്നറൊക്കെ കഴിച്ച് പയ്യെ ഇവിടെ നിന്ന് കുറച്ച് സമയം ചില്ല് ചെയ്ത് ചീട്ടൊക്കെ കളിച്ച് 10 മണിയാകുമ്പോൾ കറണ്ട് പോവും. അതിന് മുമ്പ് ചില്ല് ചെയ്ത് ഞങ്ങൾ കയറി കിടന്നുറങ്ങും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആകുമോ അതോ ഇത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ പാർട്ടാകുമോ എന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് ലെങ്ത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം.
അപ്പോൾ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഓ ഗൈസ്, പാവം ലച്ചുക്കുട്ടിയുടെ കാല് നിങ്ങൾ കാണുന്നുണ്ടോ? ഫുൾ ഡം ഡം അറ്റാക്ട് കാല്. ആ ശരിയാണ്, എവിടെ ആ ഈ കാലിലും ഉണ്ട്. ഇതാ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. കാണിച്ചേ, ഇതാ ഇത് കണ്ടോ, ഇത് ഡം കടിച്ചതാ. എൻ്റെ കയ്യിലെവിടെയാ? ഇങ്ങനെ ഒരു ബ്ലഡ് കാണിച്ചത് കണ്ടോ, ബ്ലഡ് ക്ലോട്ട് ചെയ്ത പോലെ ഒരു ചെറിയൊരു ഇതുപോലെ. നാളെ ആകുമ്പോൾ ഇതെല്ലാം തടിച്ച് പിന്നെ ഒരു മാസമൊക്കെ എടുക്കുമായിരിക്കും പോകാൻ. സാധാരണ ഇത് കടിച്ചാൽ ഒരു മാസമൊക്കെ എടുക്കും, ചൊറിഞ്ഞാൽ പൊട്ടും.